നെറ്റ്വർക്ക് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അറേബ്യൻ ജ്വല്ലേഴ്സ് പയ്യന്നൂർ തൃക്കരിപ്പൂർ. വിശ്വാസത്തിന്റെ മണ്ണിൽ വിശ്വസ്തയോടെ കല്ലറക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ. സ്കൈ ഗോൾഡ് പത്തരമാറ്റിന്റെ ആത്മബന്ധം. ചെറുതാഴം സർവീസ് സഹകരണ ബാങ്ക്, നാടിന്റെ കരുത്ത്, നാട്ടാരുടെ സുഹൃത്ത്. സുനിത ഫർണിച്ചർ, സുനിത ടവർ, താവക്കര, കണ്ണൂർ. വിലക്കുറവിന്റെ, ഗുണമേന്മയുടെ, വിശ്വാസതയുടെ യഥാർത്ഥ നാമം നിക്ഷാൻ. ഫാഷൻ ഗോൾഡ് ഇന്റർനാഷണൽ, പയ്യന്നൂർ, കാസർഗോഡ്, ചെറുവത്തൂർ. കേരളത്തിലെ ഏറ്റവും വലിയ ക്ലാസ് 1 സൂപ്പർ ഗ്രേഡ് ബാങ്ക് മാടായി കോപ്പറേറ്റീവ് റൂറൽ ബാങ്ക്, പഴയങ്ങാടി. ഐഡിയൽ ഡെക്കോ ഹോം ആൻഡ് ഓഫീസ് ഫർണിച്ചർ ആൻഡ് ആക്സസറീസ്, പള്ളിക്കുന്ന്, കണ്ണൂർ. 7th മൈൽ ജംഗ്ഷൻ, തളിപ്പറം. പയ്യന്നൂർ കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക്, പയ്യന്നൂർ. പുതുമന ഗോൾഡ് ഹൗസ്, മെയിൻ റോഡ്, പയ്യന്നൂർ. വിളംബരത്തിലൊതുങ്ങാത്ത വിശ്വസ്തത. ഡ്രീംസ് സാനിറ്ററിവേഴ്സ്, ഡോർസ് ആൻഡ് ലോക്സ്, കുട്ടുക്കൻ കോംപ്ലക്സ്, നാഷണൽ ഹൈവേ, തളിപ്പറമ്പ. മണിത്താലി ഗോൾഡ് ഗ്യാരണ്ടി ആഭരണങ്ങൾ ഇനി പയ്യന്നൂരിലും. CPIM ഏരിയ സമ്മേളനത്തിനു മുന്നോടിയായി പോരാളി സംഗമം. മാത്തിൽ നടന്ന പോരാളി സംഗമം പി കരുണാകരൻ MP ഉദ്ഘാടനം ചെയ്തു. നാട്ടുകാരുടെ കാത്തിരിപ്പിന് വിരാമം. രാമപുരം പുഴയ്ക്ക് കുറുകെ രാമപുരം വയലപ്ര റെഗുലേറ്റർ കം ബ്രിഡ്ജ് നിർമ്മാണത്തിന് ഭരണാനുമതി. കേരള പൂരക്കളി കലാ അക്കാദമി കൺവെൻഷനും മറത്തുകളിയും പയ്യന്നൂർ AK കൃഷ്ണൻ മാസ്റ്റർ ഓഡിറ്റോറിയത്തിൽ നടന്നു. അരങ്ങിൽ ശ്രീധരന്റെ 13ാം ചരമവാർഷികം ദിനാചരണത്തിന്റെ ഭാഗമായി തൃക്കരിപ്പൂർ എടാട്ടുമലിൽ അനുസ്മരണ സമ്മേളനം. ഡിസംബർ 18 മുതൽ ജനുവരി 11 വരെ പയ്യന്നൂർ നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ദൃശ്യ ഫെസ്റ്റ് നഗരിയിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി വരുന്നു. ശുചിത്വ കേരളം പദ്ധതിയുടെ ഭാഗമായി വിവിധ കേന്ദ്രങ്ങളിൽ CPIM പ്രവർത്തകർ പാതയോരങ്ങളിൽ ശുചീകരണം നടത്തി. വാർത്തകൾ വിശദമായി. CPIM പെരിങ്ങോം ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി മാത്രയിൽ പോരാളി സംഗമം സംഘടിപ്പിച്ചു. പി കരുണാകരൻ MP പരിപാടി ഉദ്ഘാടനം ചെയ്തു. CPIM പെരിങ്ങോം ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായാണ് മാത്തലിൽ രക്തസാക്ഷി മന്ദിരത്തിൽ പഴയകാല നേതാക്കളെയും പ്രവർത്തകരെയും രക്തസാക്ഷി കുടുംബാംഗങ്ങളെയും ആദരിച്ചത്. ഈ ആദരണീയ ചടങ്ങിൽ നിൽക്കുമ്പോൾ പാർട്ടി ഏതെല്ലാം കല്ലും മുള്ളും നിറഞ്ഞ വഴികളിൽ കൂടിയാണ് കടന്നുവന്നതെന്ന് ഞാൻ ഓർത്തുപോകുന്നുവെന്നും കേന്ദ്രം ഭരിക്കുന്ന BJP സർക്കാർ കോൺഗ്രസിന്റെ സംഭാവനയാണെന്നും കേവലം 32% ജനങ്ങളുടെ പിന്തുണ പോലുമില്ലാത്ത ഒരു സർക്കാരാണ് BJPയുടേതെന്നും സംഗമം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പി കരുണാകരൻ MP അഭിപ്രായപ്പെട്ടു. അതുമാത്രമല്ല, നമ്മുടെ രാജ്യത്തിലെ വൻകിടക്കാര്, ബഹുരാഷ്ട്ര കമ്പനികൾ കോൺഗ്രസ് പരാജയപ്പെടാൻ പോകുന്നു എന്ന് ബോധ്യപ്പെട്ട സമയത്ത് എല്ലാം പറഞ്ഞ് സഹായിക്കുകയാണ് BJPയെ സംബന്ധിച്ചിടത്തോളം ചെയ്തിട്ടുള്ളത്. പി ശശിധരൻ അധ്യക്ഷനായി. C സത്യപാലൻ, KV ഗോവിന്ദൻ, NK രാജൻ, KK കൃഷ്ണൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. 20ഓളം പേർ ചടങ്ങിൽ ആദരം ഏറ്റുവാങ്ങി. നാട്ടുകാരുടെ കാത്തിരിപ്പിന് വിരാമം. രാമപുരം പുഴയ്ക്ക് കുറുകെ രാമപുരം വയലപ്ര റെഗുലേറ്റർ കം ബ്രിഡ്ജ് നിർമ്മാണത്തിന് ഭരണാനുമതി. TV രാജേഷ് MLAയുടെ ശ്രമഫലമായി 1,32,00,000 രൂപ ചിലവിലാണ് പാലം യാഥാർത്ഥ്യമാവുന്നത്. കുറുകെ മാടായി, ചെറുതാഴം പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലമെന്ന നാട്ടുകാരുടെ ഏറെ നാളത്തെ കാത്തിരിപ്പിനാണ് വിരാമമാകാൻ പോകുന്നത്. ഈ പാലം പൂർത്തിയാകുന്നതോടെ മാടായി, കുഞ്ഞിമംഗലം, ചെറുതാഴം തുടങ്ങി പഞ്ചായത്തുകളിലെ കാർഷിക മേഖലകളിൽ പുത്തനുണർവ് തന്നെ ഉണ്ടാകും. പ്രദേശത്തുകാർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കൃഷിയിടങ്ങളിലേക്ക് ഉപ്പുവെള്ളം കയറി കൃഷി നശിക്കുന്നതിന് ശാശ്വത പരിഹാരമാവുകയും ചെയ്യും. ചെറുതാഴം ചെമ്പല്ലിക്കുണ്ടിൽ 84 ലക്ഷം രൂപ ചിലവിൽ നടപ്പിലാക്കുന്ന ടൂറിസം പദ്ധതിയുടെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണ്. ഇതിനു പുറമെ 1 കോടി രൂപ ചിലവഴിച്ച് നിർമ്മിക്കുന്ന രാമപുരം മുതൽ ചെമ്പല്ലിക്കുണ്ട് വരെയുള്ള റോഡിന്റെ നിർമ്മാണവും പുരോഗമിക്കുകയാണ്. പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നതോടെ ടൂറിസം മേഖലയിൽ വൻ വികസന കുതിപ്പാണ് പ്രദേശത്തുണ്ടാകാൻ പോകുന്നത്. ഇപ്പോൾ പ്രദേശത്തുകാർ ഗതാഗതത്തിനായി ആശ്രയിക്കുന്നത് ചെറിയ മരപ്പാലത്തെയാണ്. ഇതാണെങ്കിൽ ഏതു നിമിഷവും തകർന്നു വീഴാവുന്ന അവസ്ഥയിലുമാണ്.
അറ്റകുറ്റപ്പണി നടത്തി പുതിയ പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നതുവരെ ഗതാഗത യോഗ്യമാക്കണമെന്നാണ് നാട്ടുകാരുടെ ഇപ്പോഴത്തെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. കാങ്കോൽ EMS മന്ദിരത്തിൽ പ്രഭാഷണവും CPMന്റെ പഴയകാല പോരാളികളെ ആദരിക്കൽ ചടങ്ങും സംഘടിപ്പിച്ചു. പ്രമുഖ ചിന്തകൻ KN കുഞ്ഞഹമ്മദ് പ്രഭാഷണം നടത്തി. CPIM പെരിങ്ങോം ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായാണ് കാങ്കോൽ EMS മന്ദിരത്തിൽ പ്രഭാഷണവും പഴയകാല പോരാളികളെ ആദരിക്കൽ ചടങ്ങും സംഘടിപ്പിച്ചത്. അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന കാലത്തിനനുസരിച്ച് മാറാനും സംവദിക്കാനും മാർക്സിസത്തിന് മാത്രമേ കഴിയൂവെന്ന് KN അഭിപ്രായപ്പെട്ടു. രൂപീകരണ പശ്ചാത്തലത്തിൽ ആധുനിക നാഗരികതയുടെ ആരംഭമായി പറയാവുന്ന ഭാഷയുടെ തുടക്കം 6000 വർഷം മാത്രം. ശാസ്ത്രം ആരംഭിച്ചിട്ട് 300 കൊല്ലമായിട്ടുണ്ട്. അതേ ശാസ്ത്രം നമ്മുടെ ഉൽപാദന പ്രവർത്തനത്തിന്റെ ഉള്ളടക്കമായി തീർന്നിട്ട് 150 കൊല്ലമായിട്ടുണ്ട്. CPIM ഏരിയ കമ്മിറ്റി മെമ്പർ KP രാഘവൻ അധ്യക്ഷനായി. പെരിങ്ങോം ഏരിയ സെക്രട്ടറി KV ഗോവിന്ദൻ ആദരിക്കലും ഉപഹാര സമർപ്പണവും നിർവഹിച്ചു. K രാജൻ, DYFI സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ അഡ്വക്കേറ്റ് P സന്തോഷ്, C സത്യപാലൻ എന്നിവർ പ്രസംഗിച്ചു. കേരള പൂരക്കളി കലാ അക്കാദമി കണ്ണൂർ ജില്ലാ കൺവെൻഷനും മറത്തുകളിയും പയ്യന്നൂർ AK കൃഷ്ണൻ മാസ്റ്റർ ഓഡിറ്റോറിയത്തിൽ നടന്നു. KPKA സംസ്ഥാന പ്രസിഡന്റ് N കൃഷ്ണൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കേരള പൂരക്കളി കലാ അക്കാദമി കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജില്ലയിലെ മുഴുവൻ യൂണിറ്റുകളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് പയ്യന്നൂർ AK കൃഷ്ണൻ മാസ്റ്റർ ഓഡിറ്റോറിയത്തിൽ കൺവെൻഷനും തുടർന്ന് മറത്തുകളിയും സംഘടിപ്പിച്ചു. KPKA സംസ്ഥാന പ്രസിഡന്റ് N കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സെക്രട്ടറി മേച്ചേരി മോഹനൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. പിലാക്കൽ അശോകൻ അധ്യക്ഷനായി. മാധവൻ പണിക്കർ, P ദാമോദരൻ പണിക്കർ, മണിയറ ചന്ദ്രൻ, K കൃഷ്ണൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. തുടർന്ന് രാജേഷ് പണിക്കർ അണ്ടോൾ, രാജീവൻ പണിക്കർ കൊയോങ്കര എന്നിവരുടെ നേതൃത്വത്തിൽ മറത്തുകളിയും അരങ്ങേറി. പയ്യന്നൂർ യൂത്ത് സെന്ററും DYFI യൂണിറ്റും സംയുക്തമായി നടത്തിവരുന്ന സൗജന്യ ലാസ്റ്റ് ഗ്രേഡ് PSC പരീക്ഷാ പരിശീലന പരിപാടിയുടെ ഈ വർഷത്തെ സമാപനം C കൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. യൂത്ത് സെന്റർ പയ്യന്നൂരിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിവരുന്ന സൗജന്യ PSC ലാസ്റ്റ് ഗ്രേഡ് പരീക്ഷാ കോച്ചിംഗ് ക്യാമ്പ് സമാപനവും മെഗാ പരീക്ഷയും യൂത്ത് സെന്റർ പരിസരത്ത് നടന്നു. കഴിഞ്ഞ 15 വർഷക്കാലമായി യൂത്ത് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ PSC പരീക്ഷാ പരിശീലനം നടത്തിവരുന്നുണ്ട്. PSC കോച്ചിംഗ് ക്യാമ്പിന്റെ പരിശീലന സമാപനം C കൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. ഇപ്പോ ITI അല്ലെങ്കിൽ അതുപോലുള്ള മേഖലകളിലെല്ലാം പഠിക്കുന്നത് പഠിച്ചു കഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലും തൊഴിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ആ തരത്തിലുള്ള തൊഴിലധിഷ്ഠിത കോഴ്സുകൾ അത് പ്രോത്സാഹിപ്പിക്കണം. രാമകൃഷ്ണൻ KV അധ്യക്ഷനായി. നെറ്റ്വർക്ക് ചാനൽ ചെയർമാൻ ദീപു MV, T ബിജു, രജനീകാന്ത് S, ഗണേഷ് K തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. CPIM കാങ്കോൽ ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കുണ്ടേങ്കോവൽ ടൗൺ ശുചീകരിച്ചു. CPIM പെരിങ്ങോം ഏരിയ കമ്മിറ്റി മെമ്പർ KV രാഘവൻ നേതൃത്വം നൽകി. CPIM പെരിങ്ങോം ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായാണ് ശുചീകരണം നടത്തിയത്. കാടുപിടിച്ച് മാലിന്യം നിറഞ്ഞു കിടന്ന കുണ്ടേങ്കോവൽ ടൗണും പരിസര പ്രദേശങ്ങളും CPIM റെഡ് വളണ്ടിയർമാർ ശുചീകരിച്ചു. റെഡ് വളണ്ടിയർമാർ പങ്കെടുത്തുകൊണ്ട് ഇന്ന് രാവിലെ മുതൽ ഈ പ്രവർത്തനം നടത്തിയത്. പൊതുവിൽ CPMന്റെ സംസ്ഥാന കമ്മിറ്റി തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ ഏറ്റെടുക്കുന്നത്. ശുചിത്വം ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. KP കണ്ണൻ, മൂലച്ചേരി നാരായണൻ, KK മധു, K കുഞ്ഞികൃഷ്ണൻ, C രമേശൻ തുടങ്ങിയവർ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. അരങ്ങിൽ ശ്രീധരന്റെ 13ാം ചരമവാർഷിക ദിനാചരണത്തിന്റെ ഭാഗമായി തൃക്കരിപ്പൂർ എടാട്ടുമലിൽ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. ചടങ്ങിൽ പഴയകാല പ്രവർത്തകരെ ആദരിച്ചു. സോഷ്യലിസ്റ്റ് ജനത കാസർഗോഡ് ജില്ലാ സെക്രട്ടറി AV രാമകൃഷ്ണൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. പ്രമുഖ സോഷ്യലിസ്റ്റ് നേതാവായിരുന്ന അരങ്ങിൽ ശ്രീധരന്റെ 13ാം ചരമവാർഷികം തൃക്കരിപ്പൂർ എടാട്ടുമൽ മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആലുംവളപ്പിൽ നടന്നു. പതാക ഉയർത്തൽ, പുഷ്പാർച്ചന എന്നിവയ്ക്ക് ശേഷം ഉച്ചയോടെ നടന്ന അനുസ്മരണ സമ്മേളനം സോഷ്യലിസ്റ്റ് ജനത കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് AV രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. അഭിപ്രായ വ്യത്യാസം കൊണ്ട് മാറി നിൽക്കുന്ന സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകന്മാർ എല്ലാവരും യോജിച്ചുകൊണ്ട് ഈ രാജ്യത്തിലെ അതീയമായ ഒരു ശക്തിയായി ഈ രാജ്യത്തിന്റെ ഭരണപരമായ നേതൃത്വത്തിന് നേതൃത്വം കൊടുക്കാൻ പറ്റുന്ന ഒരു പ്രസ്ഥാനമായി സോഷ്യലിസ്റ്റ് പ്രസ്ഥാനം വളരണം എന്ന് വളരെ ആത്മാർത്ഥമായി ആഗ്രഹിച്ച സമുന്നതനായ നേതാവാണ് ശ്രീധരൻ. P അമ്പാടി അധ്യക്ഷനായി. സോഷ്യലിസ്റ്റ് ജനത സംസ്ഥാന സീനിയർ വൈസ് പ്രസിഡന്റ് P കോരൻ മാസ്റ്റർ, P തമ്പാൻ നായർ, ജീജ ദാസ്, T അജിത, PV അജിത, VK ചന്ദ്രൻ തുടങ്ങിയവർ സംബന്ധിച്ചു. തുടർന്ന്
രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ നിറസാന്നിധ്യമായ സി കുഞ്ഞിരാമൻ മാസ്റ്ററെ ഉപഹാരം നൽകി ആദരിച്ചു. പഴയകാല പ്രവർത്തകരെ പൊന്നാട അണിയിച്ച് ആദരിച്ചു. ഫെഡറേഷൻ ഓഫ് നാഷണൽ പോസ്റ്റൽ ഓർഗനൈസേഷൻ കണ്ണൂർ ഡിവിഷന്റെ ആഭിമുഖ്യത്തിൽ സർവീസിൽ നിന്നും പോസ്റ്റൽ ജീവനക്കാർക്ക് യാത്രയയപ്പ് നൽകി. പയ്യന്നൂർ ചേംബർ ഹാളിൽ പരിപാടി KPCC ജനറൽ സെക്രട്ടറി KP കുഞ്ഞിക്കണ്ണൻ ഉദ്ഘാടനം ചെയ്തു. FNPOയുടെ സംസ്ഥാന ഡിവിഷണൽ സാരഥി സർവീസിൽ നിന്നും വിരമിച്ച പയ്യന്നൂരിലെ പോസ്റ്റ്മാൻ TV രാഘവൻ, സംഘടനയുടെ സജീവ അംഗങ്ങളായ പയ്യന്നൂരിലെ പോസ്റ്റ് മാസ്റ്റർ PP ഭാസ്കരൻ, മാട്ടൂൽ നോർത്തിലെ സബ് പോസ്റ്റ് മാസ്റ്റർ K ഗീത, കുറ്റിക്കോൾ ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ PV ദേവി, പെരിങ്ങോം ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ MK കൃഷ്ണൻ, പാപ്പനശ്ശേരി MTS K ഗിരിജ എന്നിവർക്കാണ് പയ്യന്നൂർ ചേംബർ ഹാളിൽ യാത്രയയപ്പ് നൽകിയത്. യാത്രയയപ്പ് സമ്മേളനം KPCC ജനറൽ സെക്രട്ടറി KP കുഞ്ഞിക്കണ്ണൻ ഉദ്ഘാടനം ചെയ്തു. അതിന്റെ ഒരു അംശം അടുത്ത തൊട്ടടുത്ത വീട്ടുകളിലേക്ക് പകർന്നു കൊടുത്ത ഒരു നല്ല കാലഘട്ടമുണ്ടായി. സ്നേഹബന്ധവും ഒരു വലിയ അനുഭൂതിയായി പ്രയോജനപ്പെടുത്തിയ ഒരു കാലഘട്ടമുണ്ടായി. അതൊക്കെ എങ്ങനെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മളൊരു യാന്ത്രികതയിലേക്ക് നീങ്ങുകയാണ്. ആർക്കും ആരോടും സംസാരിക്കാൻ സമയമില്ല. ലോകത്തിലെ ചിരിക്കാൻ കഴിയുന്ന ജീവി മനുഷ്യനാണ്, പക്ഷേ നമ്മൾ ചിരി മറന്നുകൊണ്ടിരിക്കുകയാണ്. ഗ്രൂപ്പ് C ഡിവിഷണൽ സെക്രട്ടറി KV സുധീർ കുമാർ അധ്യക്ഷനായി. UDFന്റെയും FNPOയുടെയും ജില്ലാ ചെയർമാനും മുൻ MLAയുമായ പ്രൊഫസർ AD മുസ്തഫ മുഖ്യപ്രഭാഷണം നടത്തി. FNPO സംസ്ഥാന കൺവീനർ ജോൺസൺ ആവോക്കാരൻ ഉപഹാര സമർപ്പണം നടത്തി. പയ്യന്നൂർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് K ജയരാജ്, E മനോജ്, കേരള NGO അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം നാരായണൻകുട്ടി മനിയേരി, C മൊയ്തീൻകുട്ടി, കരിപ്പാൽ സുരേന്ദ്രൻ, VP ചന്ദ്രപ്രകാശ് തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. ചടങ്ങിൽ അഖിലേന്ത്യാ പോസ്റ്റൽ മീറ്റിൽ ഷോട്ട്പുട്ട് വിഭാഗത്തിൽ 2ാം സ്ഥാനം കരസ്ഥമാക്കിയ K മഹിമോഹനനെ ആദരിച്ചു. ഡിസംബർ 18 മുതൽ ജനുവരി 11 വരെ പയ്യന്നൂർ നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ദൃശ്യ ഫെസ്റ്റ് ഒരുക്കങ്ങൾ പൂർത്തിയായി വരുന്നു. ഇപ്രാവശ്യത്തെ ഫെസ്റ്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയായി ഇന്ദു മുഗൾ വാസ്തുവിസ്മയമായ താജ്മഹൽ ഒരുങ്ങിത്തുടങ്ങി. ലോകാത്ഭുതങ്ങളിലൊന്നായ താജ്മഹൽ കാണാൻ ഇനി ആഗ്രയിലെത്തേണ്ട. ഡിസംബർ 18 മുതൽ താജ്മഹലിലേക്കുള്ള ദൂരം പരിമിതമാകും. മുംതാസിനു വേണ്ടി ഷാജഹാൻ താജ്മഹൽ നിർമ്മിച്ചതുപോലെ പയ്യന്നൂർ ഫെസ്റ്റിൽ ജനങ്ങൾക്കായി സംഘാടകരും ഒപ്പം തൊഴിലാളികളും ചേർന്ന് ഒരു താജ്മഹൽ ഒരുക്കുന്നതിന്റെ പണിപ്പുരയിലാണ്. താജ്മഹലിന്റെ മുകൾ ഭാഗം പൂർത്തിയായി കഴിഞ്ഞു. താജ്മഹൽ മാത്രമല്ല, വിസ്മയിപ്പിക്കുന്ന നിരവധി പ്രദർശനങ്ങളാണ് ഇത്തവണത്തെ ഫെസ്റ്റ് നഗരിയിൽ ഒരുക്കുന്നത്. വ്യാപാര വിപണന സ്റ്റാളുകൾ, ഗവൺമെന്റ് പവലിയൻ, വർണ്ണമത്സ്യങ്ങളും പക്ഷികളുമായുള്ള അക്വ ആൻഡ് പെറ്റ് ഷോ, ഐസ് വേൾഡ്, ഫുഡ് കോർട്ട്, അമ്യൂസ്മെന്റ് പാർക്കുകൾ, റൈഡുകൾ, കലാസാംസ്കാരിക പരിപാടികൾ തുടങ്ങിയ വിഭവസമൃദ്ധമായ ഫെസ്റ്റ് പയ്യന്നൂരിലെ ഒരു മഹോത്സവം തന്നെയായി മാറുമെന്നത് തീർച്ച. നന്നായിട്ട് തന്നെ അത് ചെയ്യുന്നുണ്ട്. അത് പൂർത്തിയായി വരുമ്പോൾ ആ പ്രേമസൗധം കാണാൻ ഈ നാട്ടിലെ ആപാലവൃദ്ധം ജനങ്ങൾ എത്തിച്ചേരും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലത്തെ അനുബന്ധമായി എല്ലാ വർഷങ്ങളും ഉണ്ടാവുന്നത് പോലെ എല്ലാ കുട്ടികൾക്കും മുതിർന്നവർക്കും ആവശ്യമായിട്ടുള്ള എല്ലാ പഠനമായാലും വിനോദമായാലും എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾ ഏർപ്പെടുത്തുകയാണ്. ഡിസംബർ 18 മുതൽ ജനുവരി 11 വരെ പയ്യന്നൂർ മുനിസിപ്പൽ സ്റ്റേഡിയം അക്ഷരാർത്ഥത്തിൽ ഒരു മഹോത്സവ നഗരി തന്നെയാകും. ഫെസ്റ്റ് നഗരി ജനങ്ങളെ സ്വാഗതം ചെയ്യാൻ ഒരുങ്ങുകയാണ്. ലോകാത്ഭുതങ്ങളിലൊന്നായ താജ്മഹൽ പയ്യന്നൂരിലും ഒരുങ്ങുകയാണ്. ഫെസ്റ്റ് നഗരിയിൽ വിസ്മയിപ്പിക്കുന്ന പ്രദർശനങ്ങൾ ഒരുക്കാനുള്ള തകൃതിയായ പണിപ്പുരയിലാണ് സംഘാടകർ. ക്യാമറമാൻ സുമേഷിനോടൊപ്പം മഹിത ശ്രീകുമാർ, നെറ്റ്വർക്ക് ന്യൂസ്. കേരള സ്റ്റേറ്റ് പട്ടിക ജനസമാജത്തിന്റെ ആഭിമുഖ്യത്തിൽ പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ ദളിത് വനിതാ സംഗമം സംഘടിപ്പിച്ചു. വിവിധ വിഷയങ്ങളെ അധികരിച്ച് സംവാദവും സെമിനാറും നടന്നു. നിരവധി പ്രമുഖർ സംബന്ധിച്ചു. കേരള സ്റ്റേറ്റ് പട്ടിക ജനസമാജത്തിന്റെ ആഭിമുഖ്യത്തിൽ പൊരുതുന്ന ദളിത് സ്ത്രീകളുടെ സമ്മേളനം ഗാന്ധി പാർക്കിൽ നടന്നു. സമ്മേളന പ്രതിനിധികളുടെ പ്രകടനവും തുടർന്ന് പൊതുസമ്മേളനവും നടന്നു. സമ്മേളനം കേരള പുലയർ മഹാസഭ സംസ്ഥാന രക്ഷാധികാരി പുന്നല ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. ദളിത് സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ മുൻനിർത്തി പൊരുതുന്ന ദളിത് സ്ത്രീകളുടെ സമ്മേളനമാണ് പയ്യന്നൂരിൽ സംഘടിപ്പിക്കപ്പെട്ടത്. ദളിത് ആദിവാസി സംഘടനാ നേതാക്കളും സ്വതന്ത്ര സ്ത്രീ പ്രസ്ഥാനങ്ങളുടെ നേതാക്കളും സമ്മേളനത്തിൽ പങ്കെടുത്തു.
KPJS സംസ്ഥാന രക്ഷാധികാരി തെക്കൻ സുനിൽകുമാർ വിഷയാവതരണം നടത്തി. അപ്പോൾ നിങ്ങൾ പറഞ്ഞിട്ടുള്ള ലോണുകൾ ഈ 2006 മാർച്ച് 31 തിരിച്ചടവ് കാലാവധി കഴിയുന്നതാണോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അതിനുശേഷം തിരിച്ചടവ് കാലാവധി ഉള്ളതാണെങ്കിൽ ഇതിൽ വരില്ല. പ്രകാശൻ മൊറാഴ അധ്യക്ഷനായി. പനിയൻ കുഞ്ഞിരാമൻ, K. ശ്രീധരൻ, വിനീത ടീച്ചർ, ശൈലജ സി, ശ്യാമള കല്യാൺ, ശ്രീജിത്ത് മാട്ടൂൽ, ബീന പള്ളിപ്പുറം തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. കുടുംബശ്രീ വനിതാ കൂട്ടായ്മയിൽ ഉദിനൂരിൽ പ്രവർത്തിച്ചു വരുന്ന വനിതാ ക്യാന്റീനിൽ സാമൂഹ്യ വിരുദ്ധരുടെ അതിക്രമം. ക്യാന്റീൻ സാമൂഹ്യ വിരുദ്ധർ അടിച്ചു തകർക്കുകയായിരുന്നു. ഉദിനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപത്തെ പടന്ന പഞ്ചായത്ത് കെട്ടിടത്തിനോട് ചേർന്ന് കുടുംബശ്രീ പ്രവർത്തകർ വനിതാ കൂട്ടായ്മയിൽ പ്രവർത്തനം ആരംഭിച്ച ക്യാന്റീനാണ് ശനിയാഴ്ച രാത്രി സാമൂഹ്യ വിരുദ്ധർ അടിച്ചു തകർത്തത്. ഒരാഴ്ചയായിട്ട് ഈ ക്യാന്റീൻ തുടങ്ങിയിട്ട് പിന്നെ ടെന്റുകാർ കെട്ടിട ഇതാണ് ഉണ്ടായിരുന്നു ആദ്യം ഷീറ്റ്. അപ്പോൾ അത് മാറ്റി കഴിഞ്ഞിട്ട് ചിലവിട്ട് നമ്മളെ ഇതാക്കിയിട്ട് നമ്മൾ കെട്ടിയ പിന്നെ ഇന്നലെ രാത്രി നശിപ്പിച്ചത്. ഇന്നലെ 9 മണി വരെ ഇവിടെ ക്ലബ്ബുകാർ പറഞ്ഞു അതേപോലെ ഉണ്ടായിരുന്നു. ക്യാന്റീനിലെ ബെഞ്ചും ഡെസ്കും തകർക്കുകയും മേൽഭാഗത്തെ ഷീറ്റും ബോർഡും നശിപ്പിച്ചതായും കുടുംബശ്രീ പ്രവർത്തകർ ചന്ദേര പോലീസിൽ പരാതിപ്പെട്ടു. പോലീസ് എത്തി അന്വേഷണം ആരംഭിച്ചു. ശുചിത്വ കേരളം പദ്ധതിയുടെ ഭാഗമായി CPIM തൃക്കരിപ്പൂർ ഏരിയ തല ശുചീകരണ പ്രവൃത്തിക്ക് തൃക്കരിപ്പൂർ തങ്കേമുക്കിൽ തുടക്കമായി. ഏരിയ സെക്രട്ടറി ഡോക്ടർ VPP മുസ്തഫ പരിപാടി ഉദ്ഘാടനം ചെയ്തു. CPM സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന ശുചിത്വ കേരളം പദ്ധതിയുടെ ഭാഗമായി തങ്കേമുക്കിൽ നടന്ന ഏരിയാതല ശുചീകരണ പ്രവൃത്തിയിൽ നിരവധി പാർട്ടി പ്രവർത്തകർ പങ്കെടുത്തു. മാലിന്യങ്ങൾ നിറഞ്ഞ് ഒഴുക്കുമുട്ടിയ ഓവുചാൽ വൃത്തിയാക്കിയും പാതയോരത്തെ മാലിന്യങ്ങൾ നീക്കം ചെയ്തും പരിസര ശുചീകരണം നടത്തിയ പ്രവർത്തകർ വിവിധ സ്ക്വാഡുകളായി ബസ് സ്റ്റാൻഡ് പരിസരവും തങ്കയം താലൂക്ക് ആശുപത്രി പരിസരവും വൃത്തിയാക്കി. MP കരുണാകരൻ, M രാമചന്ദ്രൻ, KV അമ്പു തുടങ്ങിയവർ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. അർബുദബാധിതനായി ചികിത്സയിൽ കഴിയുന്ന കരിവള്ളൂർ തോട്ടിച്ചാലിലെ രോഹിത്തിന് കരിവള്ളൂർ AV സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികളും അധ്യാപകരും PTയും ചേർന്ന് സമാഹരിച്ച ചികിത്സാ ധനസഹായം കൈമാറി. നെറ്റ്വർക്ക് ന്യൂസ് തുണയായി കരിവള്ളൂർ തോട്ടിച്ചാലിലെ രോഹിത് എന്ന 20-കാരന് ചികിത്സാ ധനസഹായവുമായി കരിവള്ളൂർ AV സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അധികൃതരെത്തി. സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയായിരുന്ന രോഹിത് മാരകമായ അർബുദബാധയെ തുടർന്ന് കഷ്ടപ്പെടുന്ന കാര്യം നെറ്റ്വർക്ക് ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. രോഹിതിന്റെ തുടർ ചികിത്സയ്ക്കായി പണം കണ്ടെത്താനാകാതെ നിർധന കുടുംബം പ്രയാസപ്പെടുന്ന കാര്യവും ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. വിവരമറിഞ്ഞ സ്കൂൾ PTയും അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് സമാഹരിച്ച 93,000 രൂപ രോഹിതിന്റെ വീട്ടിലെത്തി കൈമാറുകയായിരുന്നു. PTA പ്രസിഡന്റ് P. കുഞ്ഞികൃഷ്ണൻ, പ്രിൻസിപ്പൽ P. അജിത, പ്രധാനാധ്യാപകൻ TK വേണുഗോപാൽ മാസ്റ്റർ എന്നിവർ ചേർന്നാണ് തുക രോഹിതിന് കൈമാറിയത്. ചടങ്ങിൽ അധ്യാപകരായ P. ചന്ദ്രൻ മാസ്റ്റർ, PC ജയസൂര്യൻ, തമ്പാൻ നായർ, KN ദാസൻ, M. രഞ്ജിത്ത് എന്നിവർ സംബന്ധിച്ചു. ജനശ്രീ സുസ്ഥിര മിഷൻ പെരിങ്ങോം മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മികച്ച കർഷകരെയും പെരിങ്ങോം കൃഷി ഓഫീസറെയും ഉപഹാരം നൽകി ആദരിച്ചു. പരിപാടിയുടെ ഭാഗമായി കർഷകർക്ക് പച്ചക്കറി വിത്തിനങ്ങൾ വിതരണം ചെയ്തു. CPIM ആലപ്പടമ്പ് ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അരവഞ്ചാൽ മുതൽ മാത്തിൽ വരെ പാതയോരം ശുചീകരിച്ചു. ശുചീകരണ പ്രവൃത്തി KV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. മന്ദ്യത്ത് സുമേഷ് സ്മാരക എവർ റോളിംഗ് സ്വർണ്ണക്കപ്പിനായി നാഗാസ് കണ്ടങ്ങാളി സംഘടിപ്പിച്ച ഉത്തരമേഖലാ കമ്പവലി മത്സരത്തിൽ റെഡ് സ്റ്റാർ ചിരിയളം ജേതാക്കളായി. ചടങ്ങിൽ സാഹിത്യമഞ്ജരി പുരസ്കാര ജേതാവ് PM ഉണ്ണികൃഷ്ണൻ അടിയോടിയെ ഉപഹാരം നൽകി ആദരിച്ചു. ഫോക്ലോർ അക്കാദമി ചെയർമാൻ പ്രൊഫസർ B. മുഹമ്മദ് അഹമ്മദ് മുഖ്യപ്രഭാഷണം നടത്തി. നാഗാസ് കണ്ടങ്ങാളി ആതിഥ്യമരുളിയ മന്യത്ത് സുമേഷ് സ്മാരക എവർ റോളിംഗ് സ്വർണ്ണക്കപ്പിനും 10,000 രൂപ ക്യാഷ് പ്രൈസിനും വേണ്ടിയുള്ള ഉത്തരമേഖല കമ്പവലി മത്സരം കാണികളിൽ ആവേശം നിറച്ചു. വാശിയേറിയ മത്സരത്തിൽ റെഡ് സ്റ്റാർ ചെറിയളം ജേതാക്കളായി. സമ്മാനദാന ചടങ്ങിൽ സാഹിത്യമഞ്ജരി പുരസ്കാര ജേതാവ് കണ്ടങ്ങാളിയിലെ PM ഉണ്ണികൃഷ്ണൻ അടിയോടിയെ ഉപഹാരം നൽകി ആദരിച്ചു. കേരള ഫോക്ലോർ അക്കാദമി ചെയർമാൻ പ്രൊഫസർ B. മുഹമ്മദ് അഹമ്മദ് ഉപഹാര സമർപ്പണവും അനുമോദന ഭാഷണവും നടത്തി. അതോടൊപ്പം തന്നെ ഗാന്ധി പ്രസ്ഥാനത്തിലെയും നമ്മുടെ നാടിന്റെ കേന്ദ്രങ്ങളായി മാറിയിരിക്കുന്ന മറ്റ് മഹത്വ സന്ദർഭങ്ങളെയും ഒക്കെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന മലയാളത്തിലെ മാത്രം അവതരിപ്പിക്കുന്ന പഴയ കാലത്തെ നമ്മുടെ അഡ്വക്കേറ്റ് DK ഗോപിനാഥ്, M. പ്രദീപൻ, പ്രൊഫസർ CK രാമചന്ദ്രൻ, വിനോദ്, ശരത് കുമാർ എന്നിവർ സംസാരിച്ചു. കമ്പവലി മത്സരത്തിൽ റെഡ് സ്റ്റാർ ചിരിയളം, ലക്കി സ്റ്റാർ കോളയാട് എന്നീ ടീമുകൾ യഥാക്രമം 1ഉം 2ഉം സ്ഥാനങ്ങൾ കരസ്ഥമാക്കി. CPIM ആലപ്പുഴ
ആലപ്പടമ്പ് വെസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏറ്റുകൊടുക്ക ടൗണും പരിസര പ്രദേശങ്ങളും ശുചീകരിച്ചു. CPIM പെരിങ്ങോം ഏരിയ സെക്രട്ടറി KV ഗോവിന്ദൻ ശുചീകരണ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്തു. CPIM പെരിങ്ങോം ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി ആലപ്പടമ്പ് വെസ്റ്റ് ലോക്കലിലെ ഏറ്റുകുടുക്കിയിൽ വെച്ച് റെഡ് വളണ്ടിയർമാരുടെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനവും റൂട്ട് മാർച്ചും നടത്തി. CPIM പെരിങ്ങോം ഏരിയ സെക്രട്ടറി KV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. T തമ്പാൻ അധ്യക്ഷനായി. കോട്ടമ്പത്ത് നാരായണൻ, MV സുനിൽകുമാർ എന്നിവർ സംസാരിച്ചു. V രതീഷ്, K മനോജ് കുമാർ, K സുമേഷ്, K ശ്രീരേഷ് എന്നിവർ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ബാലസംഘം ആലപ്പടമ്പ് വെസ്റ്റ് വില്ലേജ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പഠനക്കളരി സംഘടിപ്പിച്ചു. പഠനക്കളരി ഏറ്റുകൊടുക്ക വള്ളത്തോൾ സ്മാരക വായനശാല പരിസരത്ത് CPIM പെരിങ്ങോം ഏരിയ സെക്രട്ടറി KV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. സമൂഹത്തിൽ ബാലികാ ബാലന്മാർ വർഗീയ ഫാസിസ്റ്റ് സംഘടനകളുടെ കീഴിൽ അണിചേരുന്ന കാലത്താണ് നാം ജീവിക്കുന്നതെന്നും ഇത് അത്യന്തം അപകടകരമായ ഒരു സ്ഥിതിവിശേഷമാണെന്നും പഠനക്കളരി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് KV ഗോവിന്ദൻ അഭിപ്രായപ്പെട്ടു. അതിനൊക്കെ കഴിവും പ്രാഗൽഭ്യമുള്ള ആളുകളാണ് വേദിയിരിക്കുന്നത്. അവർ ആ കാര്യങ്ങൾ പറയും എന്നാണ് ആദ്യം സൂചിപ്പിക്കാനുള്ളത്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കുട്ടികളെ തന്നെ വളരെ ചെറുപ്പത്തിലെ കുട്ടികളെ വിവിധ രീതിയിൽ അവരെ പല അറകളിലാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള ചടങ്ങിൽ P ഗോപിനാഥൻ അധ്യക്ഷനായി. ബാലസംഘം ജില്ലാ ജോയിന്റ് കൺവീനർ C രവീന്ദ്രൻ, പരിശീലകനായ T തമ്പാൻ, സുനിൽകുമാർ, കോട്ടമത്ത് നാരായണൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. പ്രമുഖ കോൽക്കളി ആചാര്യനായിരുന്ന അന്നൂരിലെ KU രാമപൊതുവാളുടെ സ്മരണയിൽ അന്നൂരിൽ ഉത്തരമേഖല കോൽക്കളി മത്സരവും അനുസ്മരണ പരിപാടിയും. പരിപാടി ഫോക്ലോർ അക്കാദമി ചെയർമാൻ പ്രൊഫസർ B മുഹമ്മദ് അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ തെരു മൈത്രി കോൽക്കളി സംഘത്തിന് 1ാം സ്ഥാനം. പ്രമുഖ കോൽക്കളി ആചാര്യനായിരുന്ന KU രാമപൊതുവാളുടെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയ എവർ റോളിംഗ് ട്രോഫിക്ക് വേണ്ടിയുള്ള ഉത്തരമേഖല കോൽക്കളി മത്സരം സംഘടിപ്പിച്ചത് നാട്ടുവേദി ക്ലബിന്റെ നേതൃത്വത്തിലായിരുന്നു. പരിപാടിയുടെ ഔപചാരിക ഉദ്ഘാടനവും അനുസ്മരണവും സമ്മേളനവും കേരള ഫോക്ലോർ അക്കാദമി ചെയർമാൻ പ്രൊഫസർ B മുഹമ്മദ് അഹമ്മദ് നിർവഹിച്ചു. നഗരസഭാ വൈസ് ചെയർമാൻ KK ഗംഗാധരൻ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. നാടിന്റെ സാംസ്കാരിക തനിമയെ ഓർമ്മിപ്പിച്ച കോൽക്കളി മത്സരത്തിൽ പയ്യന്നൂർ തെരു മൈത്രി കോൽക്കളി സംഘം 1ാം സ്ഥാനം നേടി. ഏഴിമല നാവിക അക്കാദമി നാവിക വാരാചരണത്തിന്റെ ഭാഗമായി കുഞ്ഞിമംഗലം PHCയിൽ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ക്യാമ്പിൽ 100ഓളം പേർ ചികിത്സ തേടിയെത്തി. ഏഴിമല നാവിക അക്കാദമിയുടെ നാവിക വാരാചരണത്തിന്റെ ഭാഗമായി നവജീവിനി എന്ന പദ്ധതി പ്രകാരം പൊതുജനങ്ങൾക്കായി നടപ്പിലാക്കുന്ന മെഡിക്കൽ ക്യാമ്പാണ് കുഞ്ഞിമംഗലം PHCയിലും സംഘടിപ്പിച്ചത്. നാവിക അക്കാദമിന്റെ പരിസര പ്രദേശത്തുള്ള മുനിസിപ്പാലിറ്റി പഞ്ചായത്തുകൾക്ക് വിവിധ തരത്തിലുള്ള പ്രോഗ്രാമുകൾ കൊടുത്തില്ല. അതിലൊന്നാണ് കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്തിന് ഒരു മെഡിക്കൽ ക്യാമ്പും 16-ാം തീയതി ഒരു പ്രോഗ്രാമും അനുവദിച്ചു തന്നിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ടുള്ള ക്യാമ്പാണ്. 100ഓളം പേർ ക്യാമ്പിൽ പങ്കെടുത്തു. ജനറൽ മെഡിസിൻ, ദന്തരോഗ വിഭാഗം എന്നിവയിൽ 5 ഡോക്ടർമാർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. സഞ്ജയൻ സ്മാരക ഗ്രന്ഥാലയത്തിന്റെയും കേളപ്പജി സ്മാരക ക്രഷിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ രക്ഷിതാക്കൾക്കായുള്ള ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. അന്നൂർ സഞ്ജയൻ സ്മാരക ഗ്രന്ഥാലയത്തിന്റെയും കേളപ്പജി സ്മാരക കൃഷിന്റെയും ആഭിമുഖ്യത്തിൽ രക്ഷിതാക്കൾക്കുള്ള ബോധവൽക്കരണ ക്ലാസ് നടന്നു. കുട്ടികളെ എങ്ങനെ മിടുക്കന്മാരാക്കാം എന്ന വിഷയത്തിൽ വിദ്യാഭ്യാസ കൗൺസിലർ ദിവ്യ ദിനേശ് ക്ലാസ് എടുത്തു. വ്യക്തമായിട്ട് ഇന്ന പ്രശ്നങ്ങളുണ്ട് കുട്ടി, അപ്പൊ അത് നമ്മൾ മാറ്റണമെങ്കിൽ സ്കൂളിൽ നിന്ന് മാത്രം ശ്രദ്ധിച്ചാൽ പോരാ. എന്ത് ശ്രദ്ധിക്കണം? പാരന്റ്സും കുറച്ചും കൂടെ ശ്രദ്ധിക്കണം. ശ്രുതി AK അധ്യക്ഷയായി. രസിത KK, സുമ TP തുടങ്ങിയവർ സംസാരിച്ചു. പ്ലാത്ര സൗഹൃദ സ്വയം സഹായ സംഘത്തിന്റെ ഉദ്ഘാടനവും ജൈവ പച്ചക്കറി കൃഷി പദ്ധതിയുടെ വിത്തിടലും ശ്രേയസ് നഗറിന്റെ പ്രഖ്യാപനവും ചെറുതാഴം പഞ്ചായത്ത് പ്രസിഡന്റ് CM വേണുഗോപാലൻ നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം VD ആൽബർട്ട് അധ്യക്ഷനായിരുന്നു. കാട് പിടിച്ച് തരിശായി കിടന്ന ഒരേക്കർ തെങ്ങിൻ പറമ്പാണ് കൂട്ടായ്മയിലൂടെ കൃഷിയോഗ്യമാക്കിയത്. വെണ്ട, വഴുതിന, ചീര, തക്കാളി തുടങ്ങിയ പച്ചക്കറി കൃഷിയാണ് സൗഹൃദ സ്വയം സഹായ സംഘം രൂപീകരിച്ച് നടപ്പിലാക്കുന്നത്. തീർത്തും ജൈവവളം ഉപയോഗിച്ചാണ് കൃഷിരീതി. ജൈവ പച്ചക്കറി കൃഷിയുടെയും സംഘത്തിന്റെയും ഉദ്ഘാടനവും ശ്രേയസ് നഗറിന്റെ പ്രഖ്യാപനവും CM വേണുഗോപാലൻ നിർവഹിച്ചു. നമുക്ക് അത് പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ സാധിക്കില്ല. അത് വൃത്തിയാക്കി കഴുകി ഉണക്കി ഒരു ബാഗിൽ സൂക്ഷിക്കുക. ആ ബാഗിൽ സൂക്ഷിച്ചാൽ
പഞ്ചായത്ത് പുരാജോദനം നടത്തിയിട്ടുണ്ട്. ഈ പ്ലാസ്റ്റിക് ഒരു വർഷം ഒരു 10-30,000 രൂപ ചെലവഴിക്കുന്നുണ്ട്. ചടങ്ങിൽ കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം VD ആൽബർട്ട് അധ്യക്ഷനായി. പഞ്ചായത്ത് അംഗം ശ്യാമള മാധവൻ, VO അനീഷ്, KPV ദാമോദരൻ, പാപ്പച്ചൻ CH, തമ്പാൻ മാസ്റ്റർ, KK ദാമോദരൻ, VV രമേശൻ മാസ്റ്റർ തുടങ്ങിയവർ സംബന്ധിച്ചു. പയ്യന്നൂരിലെ നോർത്ത് മലബാർ എഡ്യൂക്കേഷണൽ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന കാഞ്ഞങ്ങാട് NMIT കോളേജ്, ന്യൂഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഓൾ ഇന്ത്യ ടെക്നിക്കൽ ആൻഡ് മാനേജ്മെന്റ് കൗൺസിലിന്റെ ബെസ്റ്റ് അപ്കമിംഗ് അവാർഡിന് അർഹമായി. കാളീശ്വരം ദേശാഭിമാനി തിയേറ്റേഴ്സിന്റെ നേതൃത്വത്തിൽ കാളീശ്വരം വായനശാലയിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ക്യാമ്പ് പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PV ഗൗരി ഉദ്ഘാടനം ചെയ്തു. കാളീശ്വരം ദേശാഭിമാനി തിയേറ്റേഴ്സിന്റെ നേതൃത്വത്തിൽ സൗജന്യ രക്തഗ്രൂപ്പ് നിർണയ ക്യാമ്പും രക്തസമ്മർദ്ദ പരിശോധനയും പ്രമേഹ നിർണയവും കാളീശ്വരം വായനശാലയിൽ സംഘടിപ്പിച്ചു. 4 പതിറ്റാണ്ടുകളിലേറെയായി കലാകായിക സാമൂഹ്യ രംഗങ്ങളിൽ നല്ല രീതിയിൽ പ്രവർത്തിച്ചുവരുന്ന ദേശാഭിമാനി തിയേറ്റേഴ്സ് നേതൃത്വം നൽകിയ സൗജന്യ മെഡിക്കൽ ക്യാമ്പിൽ നിരവധി പേർ പങ്കെടുത്തു. ചടങ്ങിൽ MV ബാബു അധ്യക്ഷനായി. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മൂലച്ചേരി നാരായണൻ, KP രാഘവൻ, PP സുമേഷ് എന്നിവർ സംബന്ധിച്ചു. എരിപുരം ശ്രീകൃഷ്ണ മഹോത്സവം ഡിസംബർ 15 മുതൽ 17 വരെ തീയതികളിൽ വിവിധ കലാ സാംസ്കാരിക ആധ്യാത്മിക പരിപാടികളോടെ നടക്കുമെന്ന് ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. CPIM ഏരിയ സമ്മേളനത്തിനു മുന്നോടിയായി പോരാളി സംഗമം. മാത്തിൽ നടന്ന പോരാളി സംഗമം P കരുണാകരൻ MP ഉദ്ഘാടനം ചെയ്തു. നാട്ടുകാരുടെ കാത്തിരിപ്പിന് വിരാമം. രാമപുരം പുഴയ്ക്ക് കുറുകെ രാമപുരം വയലപ്ര റെഗുലേറ്റർ കം ബ്രിഡ്ജ് നിർമ്മാണത്തിന് ഭരണാനുമതി. കേരള പൂരക്കളി കലാ അക്കാദമി കൺവെൻഷനും മറത്തുകളിയും പയ്യന്നൂർ AK കൃഷ്ണൻ മാസ്റ്റർ ഓഡിറ്റോറിയത്തിൽ നടന്നു. അരങ്ങിൽ ശ്രീധരന്റെ 13ാം ചരമവാർഷികം ദിനാചരണത്തിന്റെ ഭാഗമായി തൃക്കരിപ്പൂർ എടാട്ടുമലിൽ അനുസ്മരണ സമ്മേളനം. ഡിസംബർ 18 മുതൽ ജനുവരി 11 വരെ പയ്യന്നൂർ നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ദൃശ്യ ഫെസ്റ്റ് നഗരിയിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി വരുന്നു. ശുചിത്വ കേരളം പദ്ധതിയുടെ ഭാഗമായി വിവിധ കേന്ദ്രങ്ങളിൽ CPIM പ്രവർത്തകർ പാതയോരങ്ങളിൽ ശുചീകരണം നടത്തി. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.